ഹലോ സുഹൃത്തുക്കളെ, മലേഷ്യൻ ട്രാവൽ സീരീസിൻ്റെ 7th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് മലേഷ്യ വന്നിട്ട് ഇത് 3ാമത്തെ ദിവസമാണ്. ഞങ്ങളിന്ന് രാവിലെ പെട്രോണാസ് ടവറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം KLCC അക്വേറിയം കാണാൻ പോയി. മലേഷ്യ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു അടിപൊളി ഡെസ്റ്റിനേഷനാണിത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പിറാന ടാങ്കാണ്. നമ്മൾ ഈ പിറാന മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള യഥാർത്ഥ പിറാനാസാണിത്. ഇത് പിന്നെ ഒരു ടച്ച് സോണാണ്. ഇവിടെയുള്ള ഈ വെള്ളത്തിൽ കിടക്കുന്നതിനൊക്കെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ സാധിക്കും. ഈ ഒരു ടാങ്കിൽ ചെറിയ ഷാർക്കും അതേപോലെ ഹോർഷൂ, ക്രാബ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അവരതെല്ലാം എങ്ങനെയാണ് തൊടേണ്ടതെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ളത് ചെറിയ ചെറിയ അക്വേറിയം സെറ്റ്സുകളാണ്. പിന്നെ കുറേ റെയർ ഇൻസെക്റ്റുകൾ, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് കൊണ്ടിട്ടുള്ള ഡെഡ്ലിയർ സ്പൈഡർസ്, അങ്ങനെ ഗ്രാസ് ഹോപ്പേഴ്സ്, അങ്ങനത്തെയുള്ള റെയർ ഇൻസെക്റ്റുകളുടെ ഒരു സെക്ഷനാണ് അടുത്തത്. KLCC കൺവെൻഷൻ സെൻറ്ററിൻ്റെ താഴത്തെ നിലയിലായിട്ടാണ് ഈ ഒരു അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 2 നിലകളിലായി 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ ഒരു അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 5000-ലധികം ലാൻഡ് ആൻഡ് അക്വാട്ടിക് ക്രീച്ചേഴ്സ് ഈ ഒരു അക്വേറിയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഒരെണ്ണം കാണുന്ന ഇത് കോറൽ റീഫിൻ്റെ സെക്ഷനാണ്. അതായത് ആഴക്കടലിലൊക്കെ കാണുന്ന കൂട്ടുള്ള പവിഴപ്പുറ്റുകളാണ്. ഇതെല്ലാം ജീവനുള്ളതാണ്. അതിനകത്ത് കാണുന്ന ആ ഒരു പുല്ല് പോലെയൊക്കെ ഉള്ളതെല്ലാം ജീവനുള്ള വസ്തുക്കളാണ്. ഞങ്ങൾ അക്വേറിയത്തിലേക്ക് വന്നൊരു സമയത്ത് അന്നുമോൾ ഉറങ്ങിപ്പോയായിരുന്നെങ്കിലും പിന്നെ എണീറ്റു. പക്ഷേ അവൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. എല്ലാം ഒരു ഡിഫറെൻ്റ് ആണല്ലോ, അവളും ആദ്യമായിട്ട് കാണുന്നതല്ലേ. KLCC അക്വേറിയം കഴിയുന്നതും വീക്ക് ഡേയ്സിൽ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് അഡ്വാൻസായി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വീക്ക് ഡേയ്സിൽ സാറ്റർഡേ സൺഡേ ഒഴിവാക്കിയിട്ടുള്ള ദിവസങ്ങളിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും റഷും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. കാരണം സാറ്റർഡേ സൺഡേസൊക്കെ ആണെങ്കിൽ സ്കൂൾ പിള്ളേർ അങ്ങനത്തെ ടൂറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല റഷായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിന് ടിക്കറ്റ് റേറ്റായി വരുന്നത് ഒരു 75 to 80 റിംഗറ്റാണ്. അത് ഡിഫറെൻറ്റ് സാറ്റർഡേ സൺഡേസിൽ ആ റേറ്റും കൂടുതലായിരിക്കും. അപ്പം നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം. ക്ലുക്ക് പോലത്തെ ആപ്പുകളിലൂടെ ബുക്ക് ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവരും ബുക്ക് ചെയ്ത് തരുന്നതാണ്. ഇത് അവിടുത്തെ വേറെ ഒരു അടിപൊളി അട്രാക്ഷൻ ആയിരുന്നു. ഒരു നല്ല ഹൈറ്റുള്ളൊരു അക്വേറിയമാണ്. നമ്മുടെ കിണർ പോലെ ഉണ്ടാകും. അതിനകത്ത് നിറയെ ഒരേ ടൈപ്പുള്ളൊരു മീനുകളാണ് മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അവിടെ നിന്ന് നമ്മൾ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങുകയാണ്. അവിടെയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള 90 മീറ്ററിൻ്റെ ടണലിലുള്ള ആ ടണലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് മീനുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കുന്ന ഒരു മീനാണ്. ഇതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള അക്വാട്ടിക് ആനിമൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ് 2005 ഈ KLCC അക്വേറിയം ഓപ്പൺ ആകുന്നത്. മലേഷ്യയുടെ മെയിൻ എക്കോസിസ്റ്റത്തിൽ തന്നെയുള്ള ആനിമൽസിനും ഫിഷസിനെയാണ് മെയിനായിട്ട് ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഷീസിനെ വേൾഡിൻ്റെ പല ഭാഗത്തും ഇവരോട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതൊരു 90 മീറ്റർ അണ്ടർ വാട്ടർ ടണലാണ്. ശരിക്കും ഒരു എൻജിനീയറിംഗ് വിസ്മയം തന്നെയാണിത്. ശരിക്കും ഒരു കടലിൻ്റെ അടിയിൽ കൂടെ നടന്നു പോകുന്നൊരു ഫീല് നമുക്കിവിടെ ശരിക്കും കിട്ടും. നമ്മുടെ മേലെ കൂടെ ഇങ്ങനെ തേരണ്ടിയും ഷാർക്കും എല്ലാം ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നത് നമുക്ക് മൊത്തം കാണാൻ സാധിക്കും. ഇത്രയും വലിയ മീനുകൾ ജീവനോട് ഇത്രയും അടുത്ത് കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി അനുഭവം തന്നെയാണ്. കുട്ടികളുമായിട്ടാണ് നിങ്ങൾ മലേഷ്യ വരുന്നത്, ഉറപ്പായിട്ട് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അവരൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഇപ്പോൾ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് വീക്ക് ഡേയ്സിലായതുകൊണ്ടാണ് ഇന്നിപ്പോൾ വലിയ തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ ഈ ഒരു അക്വേറിയം ടണൽ വിസിറ്റ് ചെയ്താലും ഭയങ്കര ആളും തിരക്കൊക്കെ ആണെങ്കിൽ നമുക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും വീക്ക് ഡേയ്സിൽ തന്നെ ബുക്ക് ചെയ്യണം, വീക്കെൻഡ്സ് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ അവർ ഫീഡിങ് ഷോസ് എല്ലാം നടത്താറുണ്ട്. അതുപോലെ തന്നെ ഈ ഷാർക്കിനൊക്കെ ഫീഡ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഇവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിംഗ് കണക്കാക്കി വരുവാണെങ്കിൽ ഓരോ സോണിലും ഓരോ ടൈമിലാണ് ഫീഡിങ് നടക്കുക. അപ്പോൾ നമുക്ക് ഏതാണ് കാണേണ്ടത് ആ കണക്കിന് നമ്മൾ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ ആ ഫീഡിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കും. മലേഷ്യയിൽ ഞങ്ങൾ ടോട്ടൽ ഒരു 10-20 ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ നിങ്ങളും പോകുമ്പോൾ ഉറപ്പായിട്ട് ഇത് കണ്ടിരിക്കാൻ ശ്രമിക്കുക.
പിന്നെ നമ്മൾ അക്വേറിയം ടണലിൽ നേരെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെ ജെല്ലി ഫിഷ് അങ്ങനത്തെ ഐറ്റം മീനുകളൊക്കെ ഉള്ളൊരു വേറൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജെല്ലി ഫിഷസ്, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ജെല്ലി ഫിഷസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ സീ ഹോഴ്സസ്, അങ്ങനത്തെ ചെറിയ ചെറിയ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജീവികൾ, അതെല്ലാം നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലത്തെയാണ്. അത് ഈ അക്വാട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സ്, കീ ചെയിൻസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, സോവനീർസ്, അങ്ങനത്തെ പല ഐറ്റംസ് അവരോട് സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കും. അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി ഞങ്ങൾ മലാക്ക വിസിറ്റ് ചെയ്യാനാണ് പോയത്. മലാക്കയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.